സീസൺ കഴിയുന്നതിന് മുമ്പ് റംബൂട്ടാൻ അച്ചാർ ഉണ്ടാക്കാം. അതിനായി അടുപ്പത്തൊരു പാത്രം വെച്ച് അതിനകത്ത് നല്ലെണ്ണ ഒഴിച്ച് കടുകും മുളകും ഉലുവയും ഇട്ട് കടുക് വറുത്തെടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 വലിയ ഇഞ്ചി ഇട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ആരും വെളുത്തുള്ളി ഉപയോഗിക്കാത്തതുകൊണ്ട് ചേർക്കുന്നില്ല. ഇനി നല്ലപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞ് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് നന്നായി ഇളക്കി മൊരിച്ചെടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി, കായം, ഉലുവ ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ലേശം ജീരകപ്പൊടി കൂടെ ചേർക്കണം കേട്ടോ. ഉലുവയിൽ ലേശം മാത്രം മതി. ഇനി പച്ചമണം മാറുന്നിടം വരെ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പച്ചമണമൊക്കെ മാറിയത് ഉറപ്പായി കഴിഞ്ഞാൽ ഇനി 2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ കുറുക്കിയെടുക്കുക. ഈ സമയത്ത് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടെ ചേർക്കാം. കുറുകി വരാനായി കാത്തിരിക്കുന്ന ഈ സമയത്ത് വേണം നമുക്ക് ആവശ്യത്തിന് കരിവേപ്പിലയും കൂടെ ചേർത്ത് വെക്കാൻ. കാരണം നേരത്തെ ഇട്ടാൽ അത് കരിഞ്ഞു പോവും. അച്ചാറ് കേടാവാതിരിക്കെ ഞാൻ 1 ഗ്ലാസ് വിനാഗിരി ചേർക്കുന്നുണ്ട്. ചെറിയൊരു പുളിപ്പും കിട്ടും. പുളി മാത്രം പോരല്ലോ, ലേശം ശർക്കരയെ കൂടെ ചേർത്താൽ നമുക്ക് നല്ല മധുരവും കിട്ടും. ഈ സമയത്ത് നമ്മുടെ കൂട്ടെല്ലാം നല്ല കുറുകി പരുവമായി കഴിയുമ്പോൾ നമ്മുടെ റംബൂട്ടാൻ കുട്ടികളെല്ലാം അതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയം ഉപ്പും പുളിയും എരിവും മധുരവും എല്ലാം പാകത്തിനകത്താണോ നോക്കണം. ആ റംബൂട്ടാൻ ചെറുതായി ഒന്ന് തിളച്ചു വന്നാൽ മാത്രം മതി. ഒരുപാടിട്ട് തിളപ്പിക്കണ്ട കേട്ടോ. ചെറുപ്പൂട്ടിന്റെ ഉപ്പുപാവിന്റെ ചോറിനും കൂടെ സൂപ്പർ. അപ്പൊ സീസൺ കഴിയുന്നതിന് മുമ്പ് ട്രൈ ചെയ്യുമല്ലോ.